പ്രിയമുള്ളവരെ, വചനജ്വാല 1596 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 13 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 50-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ നൽകിയ മോചനപത്രം എവിടെ? എൻ്റെ കടക്കാരിൽ ആർക്കാണ് ഞാൻ നിങ്ങളെ വിറ്റത്? നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾ വിൽക്കപ്പെട്ടു. നിങ്ങളുടെ അപരാധം നിമിത്തം നിങ്ങളുടെ മാതാവ് ഉപേക്ഷിക്കപ്പെട്ടു. ഞാൻ വന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചപ്പോൾ എന്തേ ആരും വിളി കേട്ടില്ല? രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ? അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ? എൻ്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു. ജലം ലഭിക്കാതെ അവയിലെ മത്സ്യങ്ങൾ ചത്തു ചെയ്യുന്നു. ഞാൻ ആകാശത്തെ അന്ധകാരം ഉടുപ്പിക്കുന്നു, ചാക്കുവസ്ത്രം കൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിക്ഷനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിക്ഷനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എൻ്റെ എതിരാളി? അവൻ എൻ്റെ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. ആര് എന്നെ കുറ്റം വിധിക്കും? അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഇരട്ടവാലൻ അവരെ കരണ്ടു തിന്നും. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ അഭയം തേടുന്നതും ചെയ്യുന്നവൻ തന്നെ. തീ കൊളുത്തുകയും തീക്കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീയുടെയും തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ. നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും. ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സഭാപിതാവും മെത്രാനുമായ വിശുദ്ധ ഹിലരിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. അക്വിറ്റൈനിൽ പോയിറ്റേഴ്സ് എന്ന സ്ഥലത്ത് ഗല്ല റോമൻ കുടുംബത്തിൽ വിജാതീയരിൽ നിന്ന് ജനിച്ച ഹിലരി മധ്യവയസ്കനായപ്പോഴാണ് ക്രിസ്തു മതം സ്വീകരിച്ചത്. വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ് മാനസാന്തരത്തിന് കാരണം. താമസിയാതെ ഭാര്യയെയും മക്കളെയും മാനസാന്തരപ്പെടുത്തി.
മാനസാന്തര ശേഷം പാഷണ്ഡികളോട് ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് പോലും വെറുപ്പായിരുന്നു. ക്രമേണ കാർക്കശ്യം ഉപേക്ഷിക്കുകയും താമസിയാതെ പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. 38-ാം വയസ്സിൽ സ്വദേശത്തെ മെത്രാനായി. പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ തന്നെ വൈവാഹിക സന്തോഷം ഉപേക്ഷിച്ചിരുന്നു. പാഷണ്ഡത തഴച്ചു വളരുന്ന കാലഘട്ടത്തിൽ നാട് കടത്തപ്പെട്ടു. അക്കാലത്ത് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഒരു മഹാഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായി. സെലൂക്യായിലെ സൂനകദോസിൽ പങ്കെടുത്ത് പാഷണ്ഡികളെ പരാജയപ്പെടുത്തി 8 കൊല്ലം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച് ഫ്രാൻസിലേക്ക് തന്നെ തിരിച്ചു. ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് തിരിച്ചു വന്നത്. എല്ലാ പ്രവർത്തികളിലും പ്രഭാഷണങ്ങളിലും ദൈവസ്തുതി ചൊല്ലിക്കൊണ്ടാണ് ആരംഭിച്ചിരുന്നത്. ദൈവനിയമങ്ങളെപ്പറ്റി രാപ്പകൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ആര്യൻ പാഷണ്ഡതയെയും പെലാനിജയത്തെയും വീറോടെ എതിർത്തിരുന്ന ഹിലരിയെ വിശുദ്ധ അഗസ്റ്റിൻ വിളിച്ചിരുന്നത് തിരുസഭയുടെ മഹാവേദപാരംഗതൻ എന്നാണ്. 53-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ സഭാപിതാവും മെത്രാനുമായ വിശുദ്ധ ഹിലരിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.